ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ നേട്ടങ്ങളെക്കുറിച്ചാണ് ലോകമിന്ന് സംസാരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉത്തർപ്രദേശ് ആഗോള നിക്ഷേപക ഉച്ചകോടിയുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു. 30,500 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നാളെ ജമ്മുകശ്മീരിൽ തുടക്കം കുറിക്കും. 2047ഓടെ ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. വയനാട്ടിലെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മുമ്പിൽ അവതരിപ്പിക്കുമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് ഉദ്ഘാടന ചടങ്ങുകൾ ഗുവാഹത്തിയിൽ പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ നേട്ടങ്ങളെക്കുറിച്ചാണ് ലോകമിന്ന് സംസാരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിക്ഷേപകർക്ക് സർക്കാരിന്റെ സ്ഥിരതയിൽ വിശ്വാസമുണ്ടെന്നും ഉത്തർപ്രദേശ് ആഗോള നിക്ഷേപക ഉച്ചകോടിയുടെ 4ാം പതിപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ലക്നൌവിൽ നടന്ന പരിപാടിയിൽ 10 ലക്ഷം കോടിയിലധികം രൂപയുടെ 14,000 പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. രാജ്യം ഇന്ന് സംസാരിക്കുന്നത് മോദിയുടെ ഗ്യാരണ്ടിയെക്കുറിച്ചാണെന്നും വികസിത് ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കെത്താൻ പുതിയ ചിന്തയും പുതിയ ദിശയും ആവശ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. दुनिया में कहीं भी जाएं, भारत को लेकर अभूतपूर्व पॉजिटिविटी दिख रही। आज देश में मोदी की गारंटी की बहुत चर्चा है। आज दुनिया भर के इन्वेस्टर्स को भारत में सरकार की पॉलिसी की स्टेबिलिटी पर पूरा भरोसा है। यही विश्वास यहां यूपी में लखनऊ में भी झलक रहा है। मैं जब विकसित भारत की बात करता हूं तो इसके लिए नई सोच भी चाहिए, नई दिशा भी चाहिए. ലോകത്തിന് മാതൃകയാകുന്ന രീതിയിലേക്ക് ഇന്ത്യ എത്തിയതായും സാങ്കേതിക മേഖലയിൽ സാധ്യതകളുടെ കേന്ദ്രമായി രാജ്യം മാറിയതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉത്തർപ്രദേശിലെ ശ്രീ കൽക്കി ധാം ക്ഷേത്രത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. സാംസ്കാരിക നവോത്ഥാനത്തിന്റെ ഭാഗമായാണ് രാജ്യത്ത് ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നതെന്നും ഇതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജുകളും മറ്റു നൂതന അടിസ്ഥാന സൌകര്യ പദ്ധതികളും രാജ്യത്ത് ആരംഭിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. എല്ലാ വിഭാഗം ജനങ്ങളുടെയും ജീവിത നിലവാരം ഉയർത്താൻ കേന്ദ്ര സർക്കാർ വിവിധ വികസന പദ്ധതികൾ നടപ്പാക്കുകയാണെന്നും ശ്രീ മോദി പറഞ്ഞു. ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് 2023 4ാമത് പതിപ്പിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ ഗുവാഹത്തിയിൽ പുരോഗമിക്കുന്നു. ഗെയിംസിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയം മുമ്പ് ഓൺലൈനായി നിർവഹിച്ചു. കേന്ദ്ര കായിക മന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ, അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ തുടങ്ങിയ പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നു. ഈ മാസം 29 വരെ നടക്കുന്ന ഗെയിംസിൽ 20 കായിക വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ അരങ്ങേറുന്നത്. 16 ഇനങ്ങൾ ഗുവാഹത്തിയിലും 4 ഇനങ്ങൾ മറ്റ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലുമായി നടക്കും. 215 സർവകലാശാലകളിൽ നിന്നായി 4,500 കായിക താരങ്ങളാണ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ജമ്മു സന്ദർശിക്കും. ജമ്മുവിലെ മൌലാന ആസാദ് സ്റ്റേഡിയത്തിൽ രാവിലെ നടക്കുന്ന ചടങ്ങിൽ 30,500 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. ആരോഗ്യം, വിദ്യാഭ്യാസം, റെയിൽ, റോഡ്, വ്യോമയാനം, പെട്രോളിയം, അടിസ്ഥാന സൌകര്യം തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ടതാണ് പദ്ധതികൾ. ജമ്മുകശ്മീരിലെ 1,500 പേർക്ക് സർക്കാർ സർവീസിലേക്കുള്ള നിയമന ഉത്തരവുകളും പരിപാടിയിൽ ശ്രീ മോദി വിതരണം ചെയ്യും. തുടർന്ന് വികസിത് ഭാരത് വികസിത് ജമ്മു പരിപാടിയുടെ ഭാഗമായി വിവിധ സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കളുമായി അദ്ദേഹം സംവദിക്കും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ജമ്മുകശ്മീരിൽ സുരക്ഷ ശക്തമാക്കി. ഡ്രോണുകൾ, റിമോട്ട് നിയന്ത്രിത മൈക്രോ ലൈറ്റ് എയർക്രാഫ്റ്റുകൾ, പാരാഗ്ലൈഡറുകൾ, ഹോട്ട് എയർ ബലൂണുകൾ എന്നിവയുടെ പ്രവർത്തനത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2047ഓടെ ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. ഇതിനായുള്ള ശ്രമങ്ങളാണ് കേന്ദ്രം നടപ്പാക്കി വരുന്നതെന്നും ന്യൂഡൽഹിയിൽ 19 രാജ്യങ്ങളിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് മന്ത്രി പറഞ്ഞു. 3.7 ട്രില്യൺ സമ്പദ് വ്യവസ്ഥ എന്ന നിലവിലെ സ്ഥിതി 2047ഓടെ 35 ട്രില്യണിലേക്ക് എത്തിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും ശ്രീ പീയൂഷ് ഗോയൽ വ്യക്തമാക്കി. 2027ഓടെ ലോകത്തെ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @AllIndia Radio News തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം.
പൊതുതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സംസ്ഥാനത്തെ ലോക്സഭാ മണ്ഡലങ്ങളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം വാർത്താ വിഭാഗം തയ്യാറാക്കുന്ന പ്രത്യേക പരിപാടി ഭാരത് വികാസ് ഡയറി ഇന്നു മുതൽ ആരംഭിക്കുന്നു. എല്ലാ ദിവസവും രാത്രി 8 മണിക്കാണ് പരിപാടിയുടെ പ്രക്ഷേപണം. വയനാട്ടിലെ ജനങ്ങൾ നേരിടുന്ന വന്യജീവി ആക്രമണം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മുൻപിൽ അവതരിപ്പിക്കുമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. വന്യമൃഗ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ കാണുവാനായി എത്തിയ ഗവർണർ മാനന്തവാടി ബിഷപ്പ് ഹൌസിലെത്തി രൂപതാ അധികാരികളുമായി ചർച്ച നടത്തി. വന്യമൃഗ പ്രശ്നങ്ങൾ സംബന്ധിച്ച് വിവിധ കർഷക സംഘടനാ നേതാക്കളും ഗവർണർക്ക് നിവേദനം നൽകി. കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാന്റുകൾ കേരളത്തിന് കൃത്യമായി ലഭിക്കുന്നില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ധനകാര്യ കമ്മീഷൻ ഗ്രാന്റുകൾ സംസ്ഥാനത്തിന്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും ഭരണഘടനാപരമായ അവകാശമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കൊട്ടാരക്കരയിൽ സംസ്ഥാന തദ്ദേശ സ്ഥാപന ദിനാഘോഷത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള സ്വരാജ് ട്രോഫിയും തൊഴിലുറപ്പ് പദ്ധതി നടത്തിപ്പിലെ മികവിനുള്ള മഹാത്മാ പുരസ്കാരവും വിതരണം ചെയ്തു. മന്ത്രി MB രാജേഷ് അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര സർക്കാരിന്റെ വികസനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ 2ാം ഘട്ട പര്യടനം തുടരുന്നു. തിരുവനന്തപുരത്ത് ഇന്ന് പൈപ്പിൻമൂട്, കുടപ്പനക്കുന്ന് എന്നിവിടങ്ങളിലും എറണാകുളം നഗരസഭയിലും കോഴിക്കോട്ട് രാമനാട്ടുകര, കൊറ്റമംഗലം അങ്ങാടിയിലും പരിപാടി സംഘടിപ്പിച്ചു. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ നെടുംതൂണാണ് നിർമ്മാണ മേഖലയെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. മാലിന്യങ്ങളുടെ പുനരുപയോഗം സംബന്ധിച്ച് ന്യൂഡൽഹിയിൽ നടന്ന ശില്പശാലയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന വ്യവസായങ്ങളിൽ ഒന്നാണ് നിർമ്മാണ മേഖല. രാജ്യത്ത് ഏറ്റവും അധികം പേർക്ക് തൊഴിൽ നൽകുന്ന 2ാമത്തെ വലിയ വ്യവസായം കൂടിയാണിതെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. 2050ഓടെ ആഗോളതലത്തിൽ 3ാമത്തെ വലിയ നിർമ്മാണ വിപണിയായി ഇന്ത്യ മാറുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യലിന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്നും ഹാജരായില്ല. കേസുമായി ബന്ധപ്പെട്ട് ED നൽകുന്ന 6ാമത്തെ സമൻസാണിത്. സമൻസ് നിയമവിരുദ്ധമാണെന്നും അതിന്റെ സാധുത സംബന്ധിച്ച വിഷയം കോടതിയുടെ പരിഗണനയിലാണെന്നും ആം ആദ്മി പാർട്ടി അറിയിച്ചു. അതേസമയം EDക്ക് മുൻപിൽ ഹാജരാകാത്തതിൽ കേജ്രിവാളിനെതിരെ കടുത്ത വിമർശനവുമായി BJP രംഗത്തെത്തി. സമൻസ് നിയമവിരുദ്ധമാണെന്ന ആം ആദ്മി ആരോപണം കോടതി അലക്ഷ്യമാണെന്ന് ഡൽഹി BJP അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവ് പറഞ്ഞു. ആയുഷ്മാൻ ഭാരത് വികസിത് ഭാരത് പദ്ധതിയുടെ ഭാഗമായി 5 പുതിയ എയിംസുകൾ ഈ മാസം 25-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിക്കും. ഗുജറാത്തിലെ രാജ്കോട്ട്, ആന്ധ്രാപ്രദേശിലെ മംഗളഗിരി, പഞ്ചാബിലെ ബത്തീൻഡ, UPയിലെ റായ്ബറേലി, പശ്ചിമബംഗാളിലെ കല്യാണി എന്നിവിടങ്ങളിലാണ് ഇവ പ്രവർത്തനം ആരംഭിക്കുന്നത്. വിവിധ മെഡിക്കൽ കോളേജുകളുടെയും നഴ്സിംഗ് കോളേജുകളുടെയും ഉദ്ഘാടനവും പ്രധാനമന്ത്രി ചടങ്ങിൽ നിർവഹിക്കുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അറിയിച്ചു. ഇന്ത്യൻ കരസേന ഉപമേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ചുമതലയേറ്റു. രേവ സൈനിക് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായ അദ്ദേഹം 1984-ലാണ് കരസേനയുടെ 18 ജമ്മു ആൻഡ് കശ്മീർ റൈഫിൾസിലേക്ക് കമ്മീഷൻ ചെയ്യപ്പെട്ടത്. കരസേന ഉപമേധാവിയായി ചുമതലയേറ്റ ശേഷം ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ച അദ്ദേഹം ദേശീയ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. കുട്ടികൾക്ക് ക്ലാസ് സമയത്ത് ശുദ്ധജലം കുടിക്കാനുള്ള വാട്ടർ ബെൽ പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കി. തിരുവനന്തപുരം മണക്കാട് കാർത്തിക തിരുനാൾ ഗവൺമെന്റ് V&HSSൽ മന്ത്രി V. ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ചൂട് കൂടുന്ന സാഹചര്യത്തിലാണ് സ്കൂളുകളിൽ വാട്ടർ ബെൽ സംവിധാനം കൊണ്ടുവരാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചത്. കുട്ടികൾക്ക് വെള്ളം കുടിക്കുന്നതിനായി രാവിലെ 10:30-നും ഉച്ചയ്ക്ക് 2 മണിക്കും വാട്ടർ ബെൽ മുഴക്കി 5 മിനിറ്റ് വീതം പ്രത്യേക ഇടവേളകൾ അനുവദിക്കും. വെള്ളം വീട്ടിൽ നിന്നും കൊണ്ടുവരാത്ത വിദ്യാർത്ഥികൾക്കായി സ്കൂളുകളിൽ ശുദ്ധജലം ഉറപ്പാക്കുകയും വേണം. തൃപ്പൂണിത്തുറയിൽ അനധികൃത പടക്കപ്പുരയ്ക്ക് തീപിടിച്ചുണ്ടായ അപകടവുമായി ബന്ധപ്പെട്ട് കുറ്റക്കാരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുന്നതിനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് മന്ത്രി P. രാജീവ്. സ്ഫോടനം നടന്ന സ്ഥലവും നാശനഷ്ടം സംഭവിച്ച വീടുകളും സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംഭവവുമായി ബന്ധപ്പെട്ട് വിശദമായ പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് ലഭ്യമാകും. അതനുസരിച്ച് നഷ്ടപരിഹാരത്തിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. വിരബാധയിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിന് ആരോഗ്യവകുപ്പ് സംഘടിപ്പിച്ച വിരവിമുക്ത യജ്ഞം വിജയകരമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ലക്ഷ്യം വെച്ച 94% കുട്ടികൾക്കും വിരനശീകരണ ഗുളികയായ ആൽബൻഡസോൾ നൽകാനായെന്നും മന്ത്രി പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ നേട്ടങ്ങളെക്കുറിച്ചാണ് ലോകം ഇന്ന് സംസാരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉത്തർപ്രദേശ് ആഗോള നിക്ഷേപക ഉച്ചകോടിയുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു. 30,500 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നാളെ ജമ്മു കശ്മീരിൽ തുടക്കം കുറിക്കും. 2047ഓടെ ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. വയനാട്ടിലെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മുമ്പിൽ അവതരിപ്പിക്കുമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് ഉദ്ഘാടന ചടങ്ങുകൾ ഗുവാഹത്തിയിൽ പുരോഗമിക്കുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.